Okay, good morning all of you. All of you mark the attendance. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പറഞ്ഞത്? എന്താ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അറിയാൻ മുത്തശ്ശന്റെ പാട്ട് പഠിച്ചില്ലേ? ഓർമ്മയില്ല ആർക്കും? എന്തേ റിഷാനെ? അൺമ്യൂട്ട് ചെയ്തോ. എന്തേ? ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? നെക്സ്റ്റ് പേജ് അല്ലേ? 21, പേജ് നമ്പർ 21. Okay, all of you take your textbook. Textbook എടുത്തേ, 21ാമത്തെ പേജ് എടുത്തോ. നമ്മൾ അറിയാൻ മുത്തശ്ശന്റെ പാട്ട് ഇന്നലെ പഠിച്ചില്ലേ? എല്ലാവരും പഠിച്ചോ? അത് എത്ര പേര് പഠിച്ചു? കാണട്ടെ. ഓക്കെ, പഠിച്ചു എല്ലാവരും അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് ഓ അല്ലേ, പേജ് നമ്പർ 21 കണ്ടോ? ഓ എന്ന അക്ഷരം അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും സ്വരാക്ഷരങ്ങള്? ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ആ, ഇ, ഉ, ഇറ്, എ, ഐ, ഓ. അപ്പൊ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പദങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അല്ലേ? ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ? ഓയിലാണ് ആദ്യ അക്ഷരം. ഏതാ വരുന്നത്? ഓ അല്ലേ? ഓയില് ഏതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം അല്ലേ? ഓ ഫസ്റ്റ് വൺ എന്താണ് പിക്ചറിലുള്ളത്? ആർക്കറിയാം? എന്താ നമ്മുടെ പിക്ചറിലുള്ള ഫസ്റ്റ് വൺ? ആർക്കറിയാം? പറഞ്ഞോ. ആരാ പറയുന്നേ? ഒട്ടകം. ഒട്ടകം അല്ലേ? ഒട്ടകം. ഓ ഒട്ടകം. ഈ ഒട്ടകം എവിടെയാ ഉണ്ടാവുക? എവിടെയാ കാണപ്പെടുന്നേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആരാ പറയുന്നേ? കൊറേ പേര് പറയാൻ കൈപൊക്കുന്നുണ്ട്. എവിടെയാ ഗായത്രി? മരുഭൂമിയിലല്ലേ? ഓക്കെ, ഒട്ടകം കണ്ടോ? ഒട്ടകത്തിന ഓ ഒട്ടകം. അപ്പൊ നമ്മൾ പറഞ്ഞ ഓ എന്ന അക്ഷരത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓ ഒട്ടകം. നെക്സ്റ്റ് വൺ എന്താണ്? നിങ്ങൾ കണ്ടതാണോ? ലാസ്റ്റ് അടുത്ത പിക്ചർ ഏതാ? ആരാ പറയുന്നേ? ഓക്കെ, സയാൻ അല്ലേ? എന്താ സയാൻ നെക്സ്റ്റ് പിക്ചർ? ഒച്ച അല്ലേ? ഒച്ച എങ്ങനെയാ സഞ്ചരിക്കുന്നേ? എങ്ങനെയാ പോവാ? ഇഴഞ്ഞിഴഞ്ഞാ പോവാ അല്ലേ? ഒച്ച കണ്ടിട്ടുണ്ടല്ലേ നിങ്ങള്? ഒച്ച കണ്ടോ? ഒച്ച അല്ലേ? എന്താ പറയുക? ഓ ഒച്ച. ഉറക്കെ പറഞ്ഞ എല്ലാവരും. ഓ ഒട്ടകം, ഓ ഒച്ച. ഇവിടെ ശ്രദ്ധിക്കാതെ ചേർന്നൊന്നും ഇരിക്കാതെ ആരെങ്കിലും നടക്കുന്നുണ്ടോ അവിടെ? ഇല്ല അല്ലേ? ഓ ഒട്ടകം. നെക്സ്റ്റ് വൺ ഒച്ച അല്ലേ? മൂന്നാമത്തെ പിക്ചർ എന്താ? ആരാ പറയുന്നേ മൂന്നാമത്തെ പിക്ചർ? ആരാന്ന് നോക്കട്ടെ. ധൻദേവിന് അറിയോ? ധൻദേവ് എന്താണ് ആ പിക്ചറിലുള്ളത്? ഏത് പക്ഷിയാ? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി അല്ലേ? ഒട്ടകപ്പക്ഷി. നിങ്ങൾ ഒട്ടകപ്പക്ഷിനെ കണ്ടിട്ടുണ്ടോ പിക്ചറിലല്ലാതെ? ഒട്ടകപ്പക്ഷിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? അറിയാലേ? കേട്ടിട്ടുണ്ടോ? നല്ല വേഗതയിൽ സഞ്ചരിക്കുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി കേട്ടോ. നമ്മുടെ നഗരവീതിയിൽ ഓടുന്ന ഒരു കാറിന്റെ വേഗതയില് ഓടുന്ന പക്ഷിയാണ് ഏത്? ഒട്ടകപ്പക്ഷി അല്ലേ?
ആ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് കയറി ഒന്ന് യാത്ര ചെയ്യായിരുന്നു അല്ലെ നമുക്ക്. ആ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും. പക്ഷെ നമ്മൾ ഇന്നലെ തെറിച്ചു വീഴില്ലേ അല്ലേ? ആ ഇതാണ് ഒട്ടകപ്പക്ഷി. അപ്പോ ഓ ഒട്ടകം. നെക്സ്റ്റ് വൺ ഒച്ച്. അടുത്തതോ ഒട്ടകപ്പക്ഷി. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി. ഉറക്കെ വായിച്ചേ എല്ലാവരും. അപ്പൊ ഇന്ന് നമ്മൾ 3 പഠിച്ചുവേ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പദങ്ങള്. ഓ ഒട്ടകം, നെക്സ്റ്റ് വൺ ഒച്ച്, ഒട്ടകപ്പക്ഷി. അടുത്ത എന്താണ് കോളത്തിലുള്ളത് നോക്കിയേ. എന്താ ഉള്ളത്? പിക്ചർ ഇല്ല അല്ലേ? അതുകൊണ്ട് വായിക്കാൻ അറിയില്ല അല്ലേ? ആ അടുത്ത എന്താ? ഒരുമ. 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 ഒരുമ പറഞ്ഞെന്താ? നല്ല ഒരുമയുണ്ട് എന്നൊക്കെ പറയാറില്ലേ അല്ലേ? ഒരുമ. നെക്സ്റ്റ് വേണം എന്താ? ഒന്ന്. നിങ്ങൾ 1 പഠിച്ചിട്ടില്ലേ? ഒന്ന്. ആ ഒന്ന്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ പറഞ്ഞാല്? ഒപ്പ്. ഒപ്പറിയോ? സൈൻ ചെയ്തിട്ട് കാണുന്നുണ്ടോ? സൈൻ. ആ അതാണ് ഒപ്പ്. ഓക്കെ. അപ്പോ ഓ ഒട്ടകം, ഓ ഒച്ച്, ഓ ഒട്ടകപ്പക്ഷി. നെക്സ്റ്റ് ഒരുമ, ഒന്ന്. തൊട്ട് വായിച്ചേ മിസ്, വായിക്കുന്നതിന് കൈ തൊട്ട് വായിച്ചേ. ഒന്ന്, ഒപ്പ്. ഇഷിത വായിക്കുന്നില്ലേ? ഇഷിത, ഇഷിത. ആ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഓ ഒട്ടകം, ഓ ഒച്ച്, ഓ ഒട്ടകപ്പക്ഷി, ഓ ഒരുമ, ഓ ഒന്ന്, ഓ ഒപ്പ്. വായിച്ചോ? വായിക്കാൻ പഠിച്ചോ? അപ്പൊ ആരൊക്കെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? ഒട്ടകത്തിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ഒച്ചിനെ കുറിച്ച് പഠിച്ചു. അടുത്തതോ ഒട്ടകപ്പക്ഷിയെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പൊ ഈ ഒട്ടകത്തിനെ എന്തെങ്കിലും വിശേഷിപ്പിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരുഭൂമിയിലാണ് എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ? മരുഭൂമിയിലെ കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? ഒട്ടകത്തിനെ എന്താ അറിയപ്പെടുന്നത്? മരുഭൂമിയിലെ കപ്പൽ. എന്താ അറിയപ്പെടുന്നത്? പറഞ്ഞു നോക്കിയൊന്ന് എല്ലാവരും. മരുഭൂമിയിലെ കപ്പല്. ഈ മരുഭൂമി കണ്ടിട്ടുണ്ടോ? നിങ്ങളെ മരുഭൂമി പോയിട്ടുണ്ടോ? ആരൊക്കെയോ ഗൾഫിലൊക്കെ പോയിട്ടുള്ളത്? പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ലേ? ആ സായക്ക് പോയിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നാരാ പോയേ? ആ ഇവിടെ ഫാത്തിമ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മരുഭൂമിയിലാണല്ലേ ഒട്ടകം ഉണ്ടാവുക? മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നത്. ആ ജാനകിക്കൊക്കെ പോകാട്ടോ. ആ അപ്പൊ പോയേ. ആ പോയിട്ടില്ലപ്പാ. നെക്സ്റ്റ് നമ്മൾ ആരെയാ പഠിച്ചത്? ഒച്ചിനെ പഠിച്ചു അല്ലേ? ഒച്ചെങ്ങനെയാ? വളരെ പതുക്കെ സഞ്ചരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞത് വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെയോ ഒട്ടകപ്പക്ഷി എങ്ങനെയാ? പറക്കാൻ കഴിയാത്ത പക്ഷികളൊക്കെ എങ്ങനെയാ? പറക്കുവോ? ആ പറക്കും. പക്ഷെ ഒട്ടകപ്പക്ഷിയോ? സയാനെ, സയാൻ കാണിച്ചു തരുന്നു എന്നോട് പറക്കുന്നത് അല്ലേ? ഓക്കെ. ഒട്ടകപ്പക്ഷി എങ്ങനെയാ? പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. എന്തുകൊണ്ടാ? നല്ല ഭാരമുണ്ട് അല്ലേ? ആ ഒട്ടകപ്പക്ഷിക്ക് എന്താ? പറക്കാൻ കഴിയില്ല. അത് നടക്കുകയില്ല. ഓട്ടം കൊണ്ട് പരിഹരിക്കും പറക്കാൻ കഴിയാത്ത പോരായ്മ അല്ലേ? അപ്പൊ ഒട്ടകപ്പക്ഷി എന്താ ചെയ്യോ? പറക്കില്ല കേട്ടോ. പക്ഷികൾ മുഴുവൻ പറക്കുന്നില്ല അധികവും. ആ പക്ഷെ ഒട്ടകപ്പക്ഷിക്ക് പറക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പേരെ കുറിച്ച് പഠിച്ചു അല്ലേ? ആരൊക്കെ? ഓ എന്ന അക്ഷരം പരിചയപ്പെട്ടു, ഒട്ടകത്തിനെ പറഞ്ഞു, ഒച്ചിനെ പറ്റി അറിഞ്ഞു, നെക്സ്റ്റ് ഒട്ടകപ്പക്ഷിയെ പറ്റി പറഞ്ഞു, പിന്നെ ഒരുമ, ഒന്ന്, പിന്നെയോ ഒപ്പ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോ ഓ എന്ന സ്വരാക്ഷരങ്ങളിൽ ഓ എന്ന അക്ഷരത്തെ പറ്റി പഠിച്ചു. അതിൽ കുറെ പദങ്ങളും പഠിച്ചു അല്ലേ? ഓ ഒട്ടകം, ഓ ഒച്ച്, ഓ ഒട്ടകപ്പക്ഷി, ഓ ഒന്ന്, ഓ
ഓ ഒരുമ, ഓ ഒപ്പ്. ഓക്കെ, അപ്പൊ മരുഭൂമിയിലെ ഒട്ടകം എന്നാണ്, അല്ല മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, വളരെ പതുക്കെ സഞ്ചരിക്കുന്നതാണ് ആര്? ഒച്ച. എഴഞ്ഞെഴഞ്ഞിട്ടാണ് ഒച്ച പോവുക. പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് ഏത്? ഒട്ടകപ്പക്ഷി. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഒട്ടകപ്പക്ഷി പറക്കാൻ പറ്റില്ല കേട്ടോ. പറക്കാൻ പറ്റാത്ത പോരായ്മ എങ്ങനെയാ പരിഹരിക്കുമെന്നറിയോ? ഓട്ടം കൊണ്ട് നല്ല വേഗതയിൽ ഓടും അല്ലേ? നമ്മുടെ ഒരു കാറ് നഗരവീതിയിൽ ഓടുന്ന വേഗതയിൽ ഓടും, പക്ഷെ പറക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓ ഒട്ടകം, ഓ ഒച്ച്, ഓ ഒട്ടകപ്പക്ഷി, ഓ ഒരുമ, ഓ ഒന്ന്, ഓ ഒപ്പ്. വായിക്കാൻ പഠിച്ചു എല്ലാവരും? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നത്. വളരെ പതുക്കെയാണ് അത് ഒച്ച സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ്, പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് ഏത്? ഒട്ടകപ്പക്ഷി. ഓക്കെ, പിന്നെ ഒന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വൺ. ഒരുമ നമ്മൾ അന്നേ പഠിച്ചു അല്ലേ? ഐകമത്യ മഹാബലം എന്നൊക്കെ അല്ലേ? പിന്നെ ഒപ്പ്. ഓക്കെ, അപ്പൊ ആരാ ഇതൊന്ന് വായിക്കുന്നേ? പേജ് ആരാ ഇന്ന് ഫസ്റ്റ് വായിക്കുന്നേ? റിഷാനാണോ? എല്ലാവരും വായിക്കുന്നുണ്ടോ ഫസ്റ്റ്? അപ്പൊ ഇന്ന് മർവാന് കൊടുക്കാം അല്ലെ നമുക്ക് ഫസ്റ്റ് വായിക്കാൻ? ഓക്കെ. ഇന്നലെ മർവാൻ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ അല്ലേ? വായിച്ചോ. നമ്മൾ ഇന്നലെ അറിയാൽ മുത്തശ്ശന്റെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വായിച്ചോ. ഓ ഒട്ടകപക്ഷി. ഒട്ടകപക്ഷിയാണ് ആദ്യം. ഒട്ടകം, ഒട്ടകം, ഒച്ചി, ഒട്ടകപക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. ഓക്കെ, വെരി ഗുഡ് മർവാൻ. നെക്സ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത റിഷാൻ. ഓ ഒട്ടകം, ഒരുമ, ഒപ്പ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ? നിഷാനും ഉണ്ടായിരുന്നില്ല. നിഷാൻ വായിച്ചോ. ഓ ഒട്ടകം, ഓ ഒച്ച്, ഓ ഒട്ടകപക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഗായത്രി. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ആദിദേവ്. ആദിദേവ് ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലത്തെ ക്ലാസ്സിൽ അല്ലേ? ആദിദേവ് ശിവദാസ്. മോനെ അൺമ്യൂട്ട് ചെയ്തേ. ഓ ഒട്ടകം, ഓ ഒച്ച്, ഓ ഒട്ടകപ്പക്ഷി, ഓ ഒരുമ, ഓ ഒന്ന്, ഒപ്പ്. ഒപ്പ്. ഓക്കെ, വെരി ഗുഡ് ആദിദേവേ. നെക്സ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവരാണോ എല്ലാം? അതെ. നെക്സ്റ്റ്, സായക്ക്. എല്ലാരും വായിച്ചു പഠിക്കണേ അപ്പോഴേക്ക്. ഓ ഒരുമ, ഓ ഒന്ന്, ഓ ഒപ്പ്, ഓ ഒന്ന്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, കഴിഞ്ഞ ഇഷിത. നേരെ നിന്നെ കാണുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ.
ഇഷിത പ്ലീസ് അൺമ്യൂട്ട്. ഇഷിത അൺമ്യൂട്ട് ചെയ്തേ മോളെ. കേൾക്കുന്നില്ലേ? ഇഷിത അൺമ്യൂട്ട് വായിച്ചോ. ഒട്ടകം, ഒച്ചി, ഒട്ടപ്പക്ഷി, എരുമ, ഒന്ന്. ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര. വായിക്ക്. നിന്നെ വിളിക്കുന്നു. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. ഓക്കെ, നെക്സ്റ്റ് നിഹാൽ. ഒട്ടകം, അച്ഛൻ, ഒട്ടകപ്പക്ഷി, എരുമ, ഒന്ന്, ഒപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സയാൻ. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജാനകി മനു. ഒട്ടകം, ഒട്ടകം പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഒപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ. ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. ആഫിയ. ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മാനവ് ഷൈജു. അൺമ്യൂട്ട് ചെയ്തേ മോനെ. അങ്ങനെ ആക്കില്ലാനെ കുട്ടി കയറുന്നേ. വായിച്ചു. ശരിയായിട്ടിരുന്നേ. ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ധൻദേവ്. അൺമ്യൂട്ട് ചെയ്തോ ധൻദേവേ. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഋഷിദേവ്. അൺമ്യൂട്ട് ചെയ്തേ ഋഷിദേവേ. ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒന്ന്, ഉപ്പ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷാൽ. ഹർഷാൽ എവിടെ പോയി? ഹർഷാലെ അൺമ്യൂട്ട് ചെയ്തോ. ഒട്ടകപ്പക്ഷി, ഒട്ടകം, ഒട്ടകപ്പക്ഷി, ഒച്ച്, ഒരുമ,
ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും വായിച്ചോ മക്കളെല്ലാവരും? ഓക്കെ, ഇതെന്താണ് സായകേ? എന്താണ് സായകേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. നോട്ട്ബുക്ക് ആണോ? അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും വായിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഓ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓ എന്ന അക്ഷരം പഠിച്ചു പറയാൻ. നെക്സ്റ്റ് ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. അപ്പൊ ഒട്ടകത്തെ പറ്റി പഠിച്ചു അല്ലേ നമ്മള്? മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകപ്പക്ഷിയെ വിശേഷിപ്പിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ഒച്ച് വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ് ഒട്ടകപ്പക്ഷി പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറിയാൽ മുത്തച്ഛൻ്റെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. എത്ര പേര് പഠിച്ചു അത്? അറിയാൽ മുത്തച്ഛന്റെ പാട്ട് ആരാ ഇന്ന് പാടുന്നത്? ഓക്കെ, നിഹാലാണോ പാടുന്നത്? പാടിക്കോ. നിഹാലേ അൺമ്യൂട്ട് ചെയ്തിട്ട് പാട്. കഥകൾ പറഞ്ഞതാ, കഥകൾ പറഞ്ഞതാ, കുഞ്ഞിക്കിളിയുടെ കൂട്ട് എന്ന കഥകൾ പറഞ്ഞതാ. അയ്യോ കൂട്ടുകാരെ. കഴിഞ്ഞ കൂട്ടിലിരുന്ന് പറയാം കുട്ടികളെ, പറയാം കുട്ടി. കഥകൾ പറയാം ഞാൻ കൂട്ടിലിരുന്ന് മയങ്ങിയ കഥകൾ, കിളിയുടെ കഥ പറയാം. ഓക്കെ, നെക്സ്റ്റ് ആരെ? നിഷാന് പാടണോ? പാടിക്കോ നിഷാന്. പഠിക്കോ. കുഞ്ഞിക്കിളിയുടെ കഥ പറഞ്ഞതാ, കൂട്ടിലുറങ്ങും കിളിയുടെ. പറയാ കുട്ടികളെ, കഥകൾ പറയാൻ വളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും പാടണോ പാട്ട്? ആഫിയൊക്കെ പാടണം അല്ലേ? വെരി ഗുഡ്. മുത്തച്ഛ കഥകൾ പറഞ്ഞതാ, കൂട്ടിലുറങ്ങും കുഞ്ഞു കിളിയുടെ കഥകൾ പറഞ്ഞതാ. അറിയാം കുട്ടികളെ, കഥകൾ പറയാം ഞാൻ കൂട്ടിലിറങ്ങും തളർന്നു മയങ്ങിയ കിളിയുടെ കഥകൾ പറയാം. ഓക്കെ, ഇനി ആർക്കാ പാടണ്ടേ? സായക എന്താ ചോദിച്ചോ? സായകെ ഇനി ആർക്കാ പാട്ട് പാടാൻ താല്പര്യമുള്ളത്? മർവാനി. ഓക്കെ, പഠിക്കോ. കഥകൾ പറഞ്ഞുതാ, കൂട്ടിലിറങ്ങും കുഞ്ഞിക്കുരുവിന്റെ കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ, കഥകൾ പറഞ്ഞുതാ, കുഞ്ഞിക്കിളീന്റെ കഥകൾ പറഞ്ഞുതാ. പറയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ഇവിടെ റിഷാനി.
അറിയാം മുത്തശ്ശ കഥകൾ പറഞ്ഞതാ കൂട്ടിലെ കുഞ്ഞു കിരീട കഥകൾ പറഞ്ഞതാ പറയാം കുട്ടികളെ. ഉം. കഥകൾ പറയാം ഞാൻ. തളർന്നുറങ്ങിയ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ഹർഷാലിനി അല്ലേ? ഓക്കെ. അറിയാൻ മുത്തശ്ശ കടകൾ പറഞ്ഞുതാ കൂട്ടിയടങ്ങു കുഞ്ഞിക്കിളിയുടെ കട പറഞ്ഞുതാ പറയാൻ കുട്ടികളെ കടകൾ പറയാ ഞാൻ കൂട്ടിയന്ന് തളർന്നു മയങ്ങി കിളിയുടെ കട പറയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ഇനി ആർക്കും പാടണ്ടേ? ഇവിടെ ജാനകി മനൂനി. അറിയാൻ മുത്തശ്ശ കഥകൾ പറഞ്ഞുതാ കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളി കഥ പറഞ്ഞ് പഴയ കുട്ടികളെ കഥകൾ പറയാം ഞാൻ. കൂട്ടിരുന്ന് തഴിഞ്ഞ മഞ്ഞ് കിളിയുടെ കഥ പറയാം. കിളിയുടെ കഥ പറയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ഫോൺ എടുക്കല മോളെ, നായക്കിന്. ഒരു കോള് വന്നതാ പറ്റി. മറ്റവള് വന്നിട്ട് ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? പാടിയ എല്ലാവരും? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എഴുതാൻ, അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഫസ്റ്റ് മുതലൊന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. നോക്കട്ടെ, സ്ലേറ്റിൽ എഴുതിക്കോ. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ഫാത്തിമ? വെരി ഗുഡ്. ഓക്കെ. ഇവിടെ ആഫി എഴുതിയിട്ട് വെരി ഗുഡ്, സൂപ്പർ. ആദ്യം മുതൽ എഴുതണം കേട്ടോ, റാ മുതല്. ഓക്കെ. ഇപ്പൊ ലാ എന്ന അക്ഷരം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇന്നലെ നമ്മൾ ലാ എന്ന അക്ഷരം പഠിച്ചു അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും എഴുതാൻ? ഇതല്ലേ ഹർഷാലിന് നല്ല സൂപ്പറായി എഴുതുന്നു. അണ്ണാ ഇനിയുള്ള മാനവ്, വെരി ഗുഡ് മാനവ്, സൂപ്പറായി എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എഴുതി കാണിച്ചേ. റാ രാ നാ താ പാ വാ സാ ലാ മാ ള ന, ഇത്രയും അക്ഷരങ്ങള്. വേഗം എഴുതിയ എല്ലാവരും. നോക്കട്ടെ, കാണാതെ എഴുതുന്നുണ്ടോ നോക്കട്ടെ. ഇഷിത വേഗം എഴുതി, സ്ലേറ്റ് എടുത്ത് എഴുതിയേ ഇഷിത.
എഴുതിയോ? എഴുതിയോ മക്കളെ? പറ്റുന്നില്ല മക്കളെ. ഓക്കെ, ഇതിൽ എഴുതാൻ പറ്റുന്നില്ല കേട്ടോ മക്കളെ. അപ്പൊ നായും ലായും കൂടി എഴുതിക്കോ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ല അല്ലേ? അപ്പൊ നാ ല. അപ്പൊ റാ മുതൽ നിങ്ങൾ എഴുതണേ. ഓക്കെ, എല്ലാ മക്കളും എന്ത് ചെയ്യണം? മറ്റേ അക്ഷരദീപത്തിലെ ഹോംവർക്ക് എഴുതണം കേട്ടോ. അതുപോലെ 2 ലൈൻ ബുക്കിലും എഴുതുക കേട്ടോ. എല്ലാവരും പഠിച്ചല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും എഴുതാൻ പഠിച്ചു അല്ലേ? വെരി ഗുഡ് ജാനകി, വെരി ഗുഡ്. നിഹാര, നിഹാൽ, മുഹമ്മദ് മർവാൻ, മാനവ്, ഷൈജു, ഋഷിദേവ്, ഫാത്തിമ, ഇഷിത. ഇഷിത എഴുതിയോ? ആഫിയ, റിഷാൻ, ഹർഷാൽ, മുഹമ്മദ് സയാൻ, നിഷാൻ, സായിക് സിനിഷ്. എല്ലാവരും എഴുതിയോ? ഓക്കെ, അക്ഷരങ്ങൾ എഴുതണേ. 2 ലൈൻ ബുക്കിൽ എഴുതണേ കേട്ടോ. അത് അക്ഷരദീപം ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ തന്നെ 2 ലൈൻ ബുക്കിൽ എഴുതണം, വരച്ചിട്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് എഴുതിക്കൊണ്ടിരിക്കണേ. ഇടക്ക് സ്ലേറ്റ് എടുത്ത് എഴുതിക്കൊണ്ടിരിക്കണം, മറക്കും അല്ലെങ്കിലേ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്വരാക്ഷരങ്ങളിലേക്ക് കടക്കും നമ്മൾ കേട്ടോ എഴുതാൻ. നമ്മളിപ്പം പറയാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്കത് എഴുതി പഠിക്കണ്ടേനി. ഇപ്പൊ കൈയൊക്കെ നല്ല നീറ്റിൽ വളയാൻ തുടങ്ങിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാറായി. നിങ്ങളുടെ അടുത്ത അക്ഷരദീപം ബുക്കിൽ ഏതക്ഷരാ? ലാ കഴിഞ്ഞിട്ട് ഏതാണ് ഉള്ളത്? നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടോ നിങ്ങളെ? ഏതാ? ചില്ലക്ഷരങ്ങളാണുള്ളത് അല്ലേ? അത് പഠിച്ചതിന് ശേഷം നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം. അപ്പൊ ചില്ലക്ഷരങ്ങളാണ് ഇറ്, ഇല്ല്. നമ്മൾ പഠിച്ചല്ലേ? അത് പഠിച്ചോ? ഇല്ല, ചില്ലക്ഷരങ്ങൾ പഠിക്കണ്ടേ അല്ലേ? അപ്പൊ ഇർ, ഇൽ, ഇൻ, ഇൽ, ഇൻ. ഇത്രയും അക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങൾ 5 എണ്ണം. അത് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. എന്തുകൊണ്ടാന്നറിയോ? നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ തന്നെ. റ, ന, ത ഇതെല്ലാം എഴുതിയിട്ട് മേലോട്ട് ഒരു വരച്ചാൽ മതി അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കേ. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായേ. ഓക്കെ, എല്ലാ മക്കളും എന്ത് ചെയ്യാ? ഹോംവർക്ക് എഴുതണേ. അക്ഷരദീപം ബുക്കിലും 2 ലൈൻ ബുക്കിലും ഉള്ളത് വർക്ക് ചെയ്യണേ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, ഇനി അടുത്ത കാഴ്ച കാണാം കേട്ടോ. ബൈ, സി യു. ബൈ ബൈ. ഓക്കെ, ബൈ. ഓക്കെ.